പ്രിയമുള്ളവരെ, 3 into 30 90 സെക്കൻഡ്സിലേക്ക് സ്വാഗതം. 3 ലക്ഷ്യങ്ങൾ, 3 ആശയങ്ങൾ, 3 ഭാഗങ്ങൾ. പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 3 into 30 90 സെക്കൻഡ്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. The secret of happiness is to see all the marvels of the world and never to forget the drops of oil on the spoon. ഈ വാചകം ദ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ ഒരു സന്ദർഭവുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥ സന്തോഷം എന്നറിയുവാൻ ഒരു കുട്ടി ഏറ്റവും അതിബുദ്ധിമാനായ ഒരുവന്റെ അടുത്തേക്ക് എത്തുന്നതാണ് സന്ദർഭം. ആ പണ്ഡിതൻ കുട്ടിയുടെ കയ്യിൽ എണ്ണ നിറച്ച ഒരു സ്പൂൺ കൊടുത്തിട്ട് ഒരു തുള്ളി പോലും തുളുമ്പാതെ തൻ്റെ കൊട്ടാരം മുഴുവൻ നടന്ന് കണ്ടിട്ട് വരുവാൻ പറഞ്ഞു. കുട്ടി തിരികെ എത്തിയപ്പോൾ പണ്ഡിതൻ ചോദിച്ചു, നീ എൻ്റെ കൊട്ടാരത്തിലെ സ്വർണ്ണ കവാടങ്ങൾ കണ്ടുവോ? നീ ചിത്രകലകൾ കണ്ടുവോ? വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ച ഭിത്തി നീ കണ്ടുവോ? എല്ലാറ്റിനും കുട്ടിയുടെ മറുപടി ഇല്ല എന്നായിരുന്നു. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ സ്പൂണിലുള്ള എണ്ണ തുളുമ്പാതെ സൂക്ഷിക്കുന്നതിലായിരുന്നു. പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് യഥാർത്ഥ ആനന്ദം ലഭിക്കുന്നത് എണ്ണ തുളുമ്പാതെ തന്നെ നിനക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ സൗന്ദര്യം നീ ആസ്വദിക്കാൻ ശീലിക്കുമ്പോൾ മാത്രമാണ്. ചുറ്റുമുള്ള പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം കാണുക, ചുറ്റുമുള്ള ആൾക്കാരുടെ നന്മയെ അറിയുക, നിങ്ങൾക്കും സന്തോഷിക്കുവാനാവും. നമ്പർ 2, I am like everyone else. I see the world in terms of what I would like to see happen, not what actually does. പൗലോ കൊയ്ലോ തൻ്റെ കഥാപാത്രമായ സാന്റിയാഗോയിലൂടെ പറയുന്നത്, ഞാനും മറ്റുള്ളവരെ പോലെയാണ്. എനിക്കെന്താണോ ഇഷ്ടം അത് എനിക്ക് ചുറ്റും സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതൊക്കെ നടക്കേണ്ടത് തന്നെയാണെന്നും ഞാൻ അതിനെ ശരിയായ ദിശയിൽ കൈകാര്യം ചെയ്യുക മാത്രമാണ് വേണ്ടതെന്നും എന്നാണ് ഇനി ഞാൻ പഠിക്കുക. നമ്പർ 3, I don't want to change anything because I don't know how to deal with change. I am used to the way I am. നിങ്ങൾക്കറിയാമല്ലോ, മാറ്റമില്ലാത്തതായി മാറ്റം എന്ന പദം മാത്രം. നമ്മളും നമ്മുടെ ചുറ്റുപാടുകളും അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതിൽ ചിലത് മാത്രമേ നാം അറിയുന്നുള്ളൂ. മാറ്റങ്ങളെ ഭയപ്പെട്ടാൽ, അനിവാര്യമായ മാറ്റങ്ങളോട് വിമുഖത കാട്ടിയാൽ ചിലപ്പോൾ നാം വളരെ പിന്നിലായി പോകും. ഉചിതമായ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള 3ാമത്തെയും അവസാനത്തെയും ഭാഗത്തിനായി വെള്ളിയാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കും എന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. ഞാൻ ബിനോയ്.